നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം മുറിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം വേദഭാഗങ്ങളിൽ നിന്നാണ് എന്തൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞില്ല, പറയാൻ ഉദ്ദേശിച്ചില്ല. എന്താണ് ഉദ്ദേശിച്ചത്? അപ്പം മുറിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നാം വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോക്കസ് എന്താണ്, ഉദ്ദേശം എന്താണ്, എന്തിനാണ്, അതിൻ്റെ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? രണ്ട് കാര്യമാണ് അവിടെ ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ശുശ്രൂഷയുടെ പ്രത്യേകതകൾ, ഈ ശുശ്രൂഷ എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യം അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് പറഞ്ഞ് ഓർപ്പിച്ച് ഉറപ്പിക്കുക. അതോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയാണ് വരേണ്ടത്. ഒരുങ്ങുക എന്ന് പറയുന്നത് ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും എല്ലാ വിശ്വാസികളും ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നന്നായി ഒരുങ്ങി വന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒന്ന് സ്വപ്നം കാണുക. ഒരു ഐഡിയൽ സഭ, ഉത്തമമായ ഒരു സഭ, എല്ലാ വിശ്വാസികളും ആത്മീയരായ ആളുകളാണ്. എല്ലാവരും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വയം പരിശോധിക്കുകയും വചനം പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും സുവിശേഷ പ്രസംഗങ്ങൾ ചെയ്യുകയും നല്ല സ്വഭാവമുള്ള നല്ല ആളുകൾ. അങ്ങനെയുള്ളൊരു സഭയിൽ അപ്പം മുറിക്കുമ്പോൾ വചന ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ? പിന്നെ ഈ അപ്പം മുറിക്കുക എന്ന് പറയുന്ന ശുശ്രൂഷയിൽ അതിലെ മെയിൻ ആക്ടിവിറ്റി എന്താണ്? അപ്പം മുറിക്കുക എന്നുള്ളതാണ്. അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കർത്താവിൻ്റെ നമ്മളിതിനെന്താ പറയുന്നത്? കർത്താവിൻ്റെ മേശ ആചരിക്കുക എന്നാണ് പറയുന്നത്. വേറെ എങ്ങും ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെയാണ്. മേശ ആചരിക്കുക എന്നാണ് പറയാറ്, അല്ലേ? അല്ലെങ്കിൽ തിരുവത്താഴം എന്താ പറയുന്നത്? അങ്ങനെ പറയാറുണ്ടോ? കഴിക്കുക എന്ന് പറയും. അതെ, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്, പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് അതിലെ ഏറ്റവും നല്ല വാക്കുകൾ. അവിടെ എന്താ പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ, തിന്നുക, കുടിക്കുക. ഞങ്ങൾ അപ്പം തിന്നാനും വീഞ്ഞു കുടിക്കാനും പോകണമെന്ന് പറയുന്നില്ല, അല്ലേ? പൗലോസ് പറഞ്ഞ പോലെ പറഞ്ഞാൽ എന്തോ ഒരു കുറവായി പോകുമെന്ന് ചിന്തിച്ചാണോ ഭാഷയൊക്കെ മാറ്റി? അല്ലല്ല, അതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. പൗലോസിൻ്റെ കാലത്ത് തീറ്റയും കുടിയുമായിരുന്നു. എന്നാൽ പിന്നെ എന്ത് വന്നു? പതുക്കെ സഭാചരിത്രത്തിൽ വിജാതീയത കടന്നു വന്നു. ബലിയും പുരോഹിതന്മാരും അന്യജാതിക്കാരും ഒക്കെ കടന്നു വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ക്രിസ്തീയ മാർഗം ഉണ്ടായത്. അപ്പോൾ അവിടെ മാറ്റങ്ങൾ വന്നതിലാണ്, അതിൽപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. ഒറിജിനലായിട്ടുള്ളിടത്ത് അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും പിന്നെ ഒരു സ്നേഹവിരുന്നുണ്ടായിരുന്നു എന്നറിയാമല്ലോ, അല്ലേ? നമ്മൾ കഴിക്കുന്നുണ്ട്, നമ്മളതിൻ്റെ ഒപ്പമല്ല കഴിക്കുന്നത്. അതിന് ശേഷം എല്ലാവരും കൂടി ഒരു സ്നേഹവിരുന്നുണ്ട്. അന്നൊക്കെ അവർ ഒരുമിച്ചാണ് കഴിച്ചിരുന്നത്. കർത്താവ് അപ്പോസ്തലന്മാരും ഒക്കെ കഴിച്ചിരുന്നത് പോലെ തന്നെ ഒരുമിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ആരംഭിക്കുന്നു, അതിൻ്റെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുക്കുന്നു. അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുകയായിരുന്നു അന്നുള്ളത്. അപ്പോൾ അന്ന് അവർക്ക്, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, അവർക്ക് തിന്നുകയും കുടിക്കുകയുമായിരുന്നു. ഇറ്റ് വാസ് എ മീൽ. അതൊരു ഭക്ഷണം കഴിക്കുന്ന സമയം, ഒരു സ്നേഹ വിരുന്ന്, സ്നേഹസദ്യ എന്നൊക്കെയാണ് അവരതിനെ ഒരുമിച്ച് വിളിച്ചിരുന്നത്. പിന്നെ സഭാചരിത്രത്തിൽ വന്നപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ വരുത്തി. ഇനിയിപ്പോൾ നമ്മൾ ഈ പേരൊക്കെ മാറ്റി അങ്ങോട്ട് പുറകിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പോയാൽ നല്ലതാ. അപ്പം ഞാൻ പറഞ്ഞത്, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാ. എല്ലാം നന്നായിട്ട് ഒരുങ്ങി ഒരു ആത്മനിറവുള്ള ആത്മീയ സമ്പന്നരായ ആളുകൾ തന്നെ. അങ്ങനെയുള്ള ആളുകളുണ്ടോ? അങ്ങനത്തെ സഭയുണ്ടോ? അങ്ങനത്തെ സഭ ഉണ്ടാവില്ല.
എങ്കിലും നമുക്കറിയാവുന്ന ആത്മീയരായ ഒരു 40 പേര് 50 പേര് കൂടിയൊരു സഭയോ നടത്തിയാവുന്നതിനെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു കുസൃതി ചോദ്യമാണെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ ഒരു അല്ല, അവിടുത്തെ അപ്പോൾ ത്രോവാസിലും അല്ലേ, ത്രോവാസിലും ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും ആവശ്യമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഒരുക്കത്തോടുകൂടെ യോഗ്യതമായ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പം മുറിക്കുന്ന ഒരു ദൈവസഭയിൽ അവിടുത്തെ ഈ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട കാര്യം ആ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രസംഗമല്ല, പാട്ടല്ല, പ്രാർത്ഥനയല്ല, അതെല്ലാം അതിലുണ്ട്, വായന എല്ലാം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്. ടു ഈറ്റ് ദ ലോർഡ് സപ്പർ, കർത്താവിൻ്റെ അത്താഴം കഴിക്കുക, ഭക്ഷിക്കുക എന്ന് തന്നെയാണ് അതിന്. അത് ഒരുപാട് ആത്മീയമാക്കി ഭക്ഷിക്കുന്നതിനൊക്കെ അങ്ങനെ മാറ്റി പ്രാധാന്യമില്ലാതാക്കി കളയേണ്ടതായ ആവശ്യം ഇല്ല. നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ അപ്പം മുറിക്കുന്ന ശരിയായ രീതിയിൽ വചനശുശ്രൂഷയൊക്കെ ചെയ്ത് ശരിയായിട്ട് അപ്പം മുറിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ വ്യക്തികളിൽ നിന്ന്, ആ സഭയിൽ നിന്ന് ഫലമായിട്ട് റിസൾട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇൻറ്റൻഡഡ് റിസൾട്ട്, പ്രതീക്ഷിക്കുന്ന ഫലം എന്താണ്? എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അപ്പം മുറിക്കുന്ന ശുശ്രൂഷ ഏത് കാര്യത്തെയും പോലെ അത് വിജയകരമായി എന്ന് പറയണമെങ്കിൽ, സഫലമായി എന്ന് പറയണമെങ്കിൽ ഈ ഫലങ്ങളുണ്ടാകണം. ഇതുണ്ടെങ്കിൽ വിജയമാണ്. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ ആവശ്യമുണ്ട്. കാരണം ഇത് ശരിയായി നടക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ വിചാരിക്കുന്നു 2-3 കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാവുന്നത്. ഒന്ന്, ശരിയായ രീതിയിൽ അപ്പം മുറിച്ചു പോകുന്ന ഒരു സഭ, അതവിടുത്തെ വിശ്വാസികൾക്ക് രക്ഷയുടെ ഉറപ്പും വിശുദ്ധിയിൽ വളർച്ചയും ഉണ്ടാകും. രക്ഷയുടെ ഉറപ്പും വിശുദ്ധിയിൽ വളർച്ചയും ഉണ്ടാകും. ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം മുറിക്കൽ ശുശ്രൂഷയൊക്കെ നടക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. പക്ഷേ സഭയിലെ പകുതി പേരും പാപങ്ങൾക്ക് അടിമകളാണ്. പലതരം പാപങ്ങളിൽ വീണ് ചീത്തപ്പേരുണ്ടാക്കി നടക്കുക. അപ്പം മുറിക്കലൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? അപ്പം മുറിക്കലിനൊരു കുഴപ്പമില്ല, ആളുകൾക്കാണ് കുഴപ്പമെന്ന് വിചാരിക്കും, അല്ലേ? അപ്പം മുറിക്കൽ ശരിക്കും ചെയ്യുന്നുണ്ടല്ലോ, മുടങ്ങാതെ നടക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്താണ് അവിടെ? ഒരുത്തൻ പ്രേമവിവാഹമായി, വേറൊരുത്തൻ പിന്മാറി, വേറൊരുത്തൻ ചെന്ന് കള്ളുകൂടിയായി. ഇതൊക്കെ സഭയിലുണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് വിചാരിച്ചോളണം? നമ്മുടെ അപ്പം മുറിക്കൽ വിജയിച്ചില്ല. അപ്പം മുറിക്കലിനെയും സ്നാനത്തെയും പ്രോട്ടസ്റ്റൻ്റ് വേദശാസ്ത്രികൾ കൊടുക്കുന്ന, രണ്ടിനും കൂടെ കൊടുത്തിരിക്കുന്ന ഒരു പേര് മീൻസ് ഓഫ് ഗ്രേസ് എന്നാണ്. കേട്ടിട്ടില്ലേ? വാക്ക് കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ? മീൻസ് ഓഫ് ഗ്രേസ് മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയണം? കൃപയുടെ മുഖാന്തരങ്ങൾ, അല്ലേ? കൃപയുടെ മുഖാന്തരങ്ങളാണ്, ദൈവകൃപ പ്രാപിക്കാനുള്ള മുഖാന്തരങ്ങളാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെട്ട ഒരാൾക്ക് ദൈവകൃപയിൽ തനിക്ക് വളരാൻ സാധിക്കണം. അപ്പം മുറിച്ചു പോകുന്ന വിശ്വാസികൾക്ക് ദൈവകൃപയിൽ അവർ വളരണം. കൃപയാണല്ലോ പാപത്തെ തടുക്കുന്നത്, കൃപയാണല്ലോ വിശുദ്ധിയിൽ നമ്മളെ വളർത്തുന്നത്.
അപ്പം നമുക്ക് അളക്കുകയാണെങ്കിൽ ഇങ്ങനെ അളക്കണം. നമ്മൾ പെട്ടെന്ന് ഞങ്ങളുടെ സഭയിൽ അപ്പം മുറിക്കലൊക്കെ ശരിക്കും നടക്കണത്. ഇപ്പോൾ ഈ ക്ലാസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മതിയാകുകയില്ല. ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. വിശ്വാസികൾക്ക് രക്ഷയുടെ ഉറപ്പും വിശുദ്ധിയിൽ വളർച്ചയും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല നേരത്തെ, നന്നായിട്ട് ഉണ്ടായ കഥയാന്നേ, സ്ഥലമൊന്നും പറയുന്നില്ല. അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു അപ്പം മുറിച്ച ഒരു പെൺകുട്ടി അവിശ്വാസിയായ അക്രൈസ്തവനായ മനുഷ്യൻ്റെ കൂടെ പോയി രജിസ്റ്റർ വിവാഹം ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം വന്ന് അവന് എന്താ അപ്പോൾ ആ കുട്ടി മുറിച്ചത്? ആ കുട്ടി മാത്രമാണോ? ആ സഭയ്ക്ക് അത് മനസ്സിലായില്ലല്ലോ. എങ്ങനെയാണ് മനസ്സിലാക്കണത്? എന്തോ തകരാറ് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ ബാഹ്യമായ രൂപങ്ങൾ, പ്രസംഗങ്ങളും പാട്ടും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നന്നായി നടക്കണം തീർച്ചയായിട്ടും. പക്ഷെ അതല്ല, നമ്മളതിൻ്റെ ഗുണം അളക്കുന്നത് ഇവിടെയാണ്. ഏത് സങ്കടത്തിലും രക്ഷയുടെ ഉറപ്പിൽ സന്തോഷമായി ജീവിക്കുന്ന വിശ്വാസികൾ, വിശുദ്ധിയിൽ വളരുന്ന, വലിയ പാപങ്ങളിലൊന്നും വീഴാതെ താഴ്മയായി ജീവിച്ചു പോകുന്ന അങ്ങനെ സഭ ആണെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. രണ്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് സഭയിലെ ഐക്യം. സഭയിലെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ ഭയങ്കര വിഷമമാണ്. അനൈക്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും അല്ലേ? ഐക്യം ഇല്ലെന്ന് പറഞ്ഞ സംഭവം പിടികിട്ടും. കഷ്ടമാണ്. ചില സഹോദരന്മാർ പറയുക, ഒരു സഹോദരൻ പറയുക വേറൊരു സഹോദരനെ കുറിച്ച്, ഇപ്പം അദ്ദേഹം എന്നെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോവുകയെന്ന്. ശരിയാവുമായിരിക്കും, സഹോദരന്മാരല്ലേ. ഇപ്പം അങ്ങ് മാറി, കുറച്ച് നാളായിട്ട് മാറി. ഇയാൾക്ക് തോന്നണതാണോ ശരിയാണോ എന്ന് ഞാൻ പോയി നോക്കിയില്ല. ഇപ്പം അവർ മാറിപ്പോവുക. അതേ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്ത് പറഞ്ഞാലും അന്യോന്യം യോജിക്കാതെ ആപ്പാടെ നമ്മുടെ സഭകളിലൊക്കെ ആളുകളും കുറവേ ഉള്ളൂ. 10 പേരുള്ളിടത്ത് 15 അഭിപ്രായമായാലും എങ്ങനെ പോവും? സഭ അപ്പം മുറിക്കുന്നത് ശരിയാകുന്നുണ്ടെങ്കിൽ സഭയിൽ ഐക്യം ഉണ്ടാകും. കാരണം അതെങ്ങനെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്? 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അതൊന്ന് എടുക്കാൻ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10:17 അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പിന്നെന്താ? നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നു എന്നല്ല. എന്താ ഈ വല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? അതിൻ്റെ ആണ് എന്നാണ് എങ്കിലും അല്ലോ എന്ന് പറഞ്ഞാൽ എന്തായാലും വ്യത്യാസം. ഇപ്പം ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികളാണ്, ആണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിന് വ്യത്യാസം വരുന്നത്? അത് ഉറപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടല്ലേ. അതെ, ഇത് മലയാളത്തിൽ മനസ്സിലാവില്ലെന്നേ. കാര്യം നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിലും ഗ്രീക്കിൽ ആ രണ്ടാമത്തെ ഫ്രേസ്, അതായത് നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികൾ ആകുന്നുവല്ലോ എന്നുള്ള ആ ഫ്രേസില്ലേ, അത് തുടങ്ങുന്നത് ഗാർ, GAR, ഗാർ എന്നുള്ള ഒരു വാക്കായിട്ടാണ്. ഗ്രീക്ക് അല്പമെങ്കിലും അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്കറിയാം, ഈ ഗാർ എന്നുള്ള വാക്ക് തർജ്ജമ ചെയ്യാൻ പ്രയാസമാണ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഒരു വഴിയുമില്ല.
അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു വഴിയാണ് ആകുന്നുവല്ലോ. അതതിൻ്റെ ഒരു തർജ്ജമ ആയില്ല, പക്ഷെ വേറെ വഴിയൊന്നും ആർക്കും അറിയില്ല, അതുകൊണ്ട് അവരങ്ങനെ ഇട്ടതാണ്. ഇംഗ്ലീഷിൽ ഈ ഗാർ എന്ന് വരുന്നിടത്തൊക്കെ ഫോർ എന്നാണ്, FOR. അപ്പം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് അതിന് വേറൊരു, ഫോർ വി ബീയിങ് മെനി ആർ വൺ ബ്രെഡ് ആൻഡ് വൺ ബോഡി, ഫോർ വി ആർ ഓൾ പാർട്ടേക്കേഴ്സ് ഓഫ് ദാറ്റ് വൺ ബ്രെഡ്. ഏതാണ്ട് ബിക്കോസ് എന്ന് പറയുന്ന പോലെയാണ് ഈ ഫോറ്. ഒന്നുകൂടെ വായിച്ചേ ആദ്യ ഭാഗം. പലരായ നാം, അല്ല, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ, ഇനി ബാക്കി വായിക്കേ. നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നുവല്ലോ. അപ്പോൾ ഈ ഒന്നാകുന്നത് അതിൻ്റെ ഒരു കാരണം പോലെ പറയുന്നത്. സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും എന്താണ്? നമ്മൾ ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളാണ്. കാരണം നാം ഒന്നാണ്, ഒരു ശരീരമാണ്, ഒരു സഭയാണ്. നമ്മൾ ഒന്നായതുകൊണ്ട് ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളാണെന്നല്ലേ പറയാറ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളാകുന്നത് കൊണ്ട് നാം ഒന്നാണെന്നാ. അങ്ങനെ തന്നെയാ. നിങ്ങൾക്കത് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ഫോർ, ആ രണ്ടാമത്തെ ഭാഗം പറയുന്നത്, ഫോർ വി ആർ ഓൾ പാർട്ടേക്കേഴ്സ് ഓഫ് ദാറ്റ് വൺ ബ്രെഡ്. ആ ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായതുകൊണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഏതോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും കഴിക്കുമ്പോൾ, അതുകൊണ്ട് ഈ അപ്പം ഒന്ന് വേണമെന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ 1000 പേരുടെ ക്യാമ്പിൽ അപ്പം മുറിക്കുമ്പോൾ 100 അപ്പം ആയാലും കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പം ഒന്നായിരിക്കണം. അതിനാ ഒരു പ്രതീകാത്മകമായ അർത്ഥം മാത്രമല്ല, എന്തൊക്കെ അതിനർത്ഥമുണ്ടെന്നേ. ഒരേ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുന്നവർക്ക് ഈ വാക്യം അനുസരിച്ച് എങ്ങനെ വരും? അവർ ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളാകും, അവർക്ക് ഐക്യം ഉണ്ടാകും. വൺ ബ്രെഡ് പ്രൊഡ്യൂസസ് യൂണിറ്റി. യൂണിറ്റി ഈസ് നെസസറി ഫോർ വൺ ബ്രെഡ്. ഒരപ്പത്തിൽ നിന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് ഐക്യം വേണം. നമ്മൾ ഐക്യമുള്ളവരാ. ഒരു പൊസിഷണൽ ഐക്യം നമുക്കുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ ചേർന്നപ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ സഭയായി, ശരീരമായി, അങ്ങനെയുള്ള ഒരു ഐക്യം നമുക്കുണ്ട്. പക്ഷേ ആ ഐക്യത്തിൽ വളരാൻ ഈ അപ്പം കഴിക്കുന്നത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കണം കേട്ടോ. ചെന്നിട്ട് നിങ്ങൾ ഒന്ന് വായിച്ച് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ അപ്പം കഴിച്ചിട്ടും, ഈ അപ്പം പതിവായി കഴിച്ചിട്ടും സഭയിൽ ഐക്യമില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിൽ എന്തോ കുറവുണ്ട്. നമ്മളിപ്പോൾ മരം വളർന്നു വന്നിട്ട് കാര്യമില്ലല്ലോ, അതിൽ ഫലം ഉണ്ടാകണ്ടേ. ഭംഗിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഫലം ഉണ്ടാകണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിയായി സ്നാനപ്പെട്ടവരാണെങ്കിൽ, ശരിയായി അപ്പം മുറിക്കുന്നവരാണെങ്കിൽ അവിടെ രക്ഷയുടെ ഉറപ്പും വിശുദ്ധിയുടെ വളർച്ചയും ഉണ്ടാകും. അതുപോലെ തന്നെ സഭയിൽ ഐക്യമുണ്ടാകും. ഈ അനൈക്യം എന്ന് പറയുന്നത് ഈ ഗലാത്യർ 5:19 ജഡത്തിൻ്റെ പ്രവൃത്തികൾ 19 18 അവിടെ പറയുമ്പോൾ ഈ ലഹള, വഴക്ക്, ഡിവിഷൻ എന്താ മലയാളം? ഭിന്നത എന്നൊക്കെ പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളാ. അപ്പോൾ ഐക്യം എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രവൃത്തിയായിരിക്കും? ആത്മാവിൻ്റെ പ്രവൃത്തിയായിരിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് അനൈക്യം. അപ്പോൾ ഐക്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ. അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കി അത് ഒരുങ്ങി ഭക്ഷണം കഴിച്ചാൽ, ഈ അപ്പം മുറിച്ചാൽ ഐക്യം ഉണ്ടാകും. അതിൻ്റെ മറുവശം, നമ്മൾ കഴിച്ചിട്ടും ഐക്യം ഉണ്ടാകുന്നില്ല, കഴിക്കുന്നവർ തമ്മിലും ഐക്യമില്ലെന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. കഴിക്കുന്ന രീതിയിലല്ല, അപ്പത്തിലല്ല പ്രശ്നം. എവിടെയോ അതിൻ്റെ നടത്തിപ്പിൽ, അതിൻ്റെ ഒരുക്കത്തിൽ, അതിൻ്റെ മനസ്സിലാക്കലുകളിൽ എവിടെയോ പെശകുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ മെഷർ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇവിടെ അപ്പം മുറിക്കുന്ന ശുശ്രൂഷ സഭയിൽ ശരിയാവുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്നത് ദൈവകൃപയാൽ
ആളുകൾ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ ഐക്യം ഉണ്ടോ? വളർന്നു വരുന്നുണ്ടോ? ഐക്യത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കണം. മൂന്നാമതൊരു കാര്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് സഹോദര സ്നേഹം ബന്ധപ്പെട്ടതാണ്. സഹോദര സ്നേഹം അന്യോന്യം ബഹുമാനം. ഇതൊക്കെ ശരിയായിട്ട് ചെയ്യുന്ന ഒരു സഭയിലാണെങ്കിൽ ഇതൊക്കെ വർദ്ധിക്കും. സഹോദര സ്നേഹം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അപ്പം മുറിക്കുന്ന ഈ ലോഡ് സപ്പർ എന്ന് പറയുന്ന ശുശ്രൂഷയ്ക്ക് അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന വേറൊരു പേര് എന്തായിരുന്നു? ലവ് ഫീസ്റ്റ് എന്നായിരുന്നു. സ്നേഹവിരുന്ന്. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലും 2-ാം അധ്യായത്തിലും യൂദായുടെ ലേഖനത്തിലും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലവ് ഫീസ്റ്റ്. നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ നിന്ന് വിരുന്നുകളിൽ നിങ്ങളുടെ വിശ്വാസികൾക്ക് സ്നേഹ വിരുന്നുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്നേഹം. അപ്പോൾ അതും ഇങ്ങനെ തന്നെയാണ്, ഐക്യം പോലെ തന്നെയാണ്. സ്നേഹമുള്ളവരാണ് സ്നേഹവിരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ ഒരു സ്ഥലത്തൊരു സഹോദരന്മാർ പറഞ്ഞു, സഹോദരൻ കുറച്ച് നാളായിട്ട് ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നില്ല, അതിന് മുമ്പേ അങ്ങ് പോകുമെന്നു. 1-2 പ്രാവശ്യം പോയപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യമൊന്നുമില്ല. അപ്പോൾ പോരുത്, അതുകൂടെ കഴിഞ്ഞാലേ എല്ലാം കഴിയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ എത്ര നാളായിന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ പറയാം, അത് മാസങ്ങളായി, ഇപ്പോൾ വർഷമാവാൻ പോവാന്ന്. അപ്പോൾ അന്വേഷിച്ചു, അവിടുത്തെ സഹോദരന്മാരെ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ അതേ സഹോദരൻ എന്താ പറഞ്ഞെന്നറിയോ? സ്നേഹം ഉണ്ടെങ്കിലല്ലേ സ്നേഹവിരുന്നാവുള്ളൂ എന്ന്. ശരിയല്ലേ? സ്നേഹം ഉണ്ടെങ്കിലല്ലേ സ്നേഹവിരുന്നാവുള്ളൂ. ശരിയാണ്. പക്ഷെ അതിന് മറുവശമുണ്ട്. എന്താ മറുവശം? ശരിയായ രീതിയിൽ ഈ സ്നേഹവിരുന്ന് കഴിച്ചാൽ സ്നേഹം ഉണ്ടാകും. കൊരിന്തില് സ്നേഹവിരുന്ന് ശരിയായിട്ടല്ല കഴിച്ചു, നല്ല കാര്യം. പക്ഷെ വേണ്ട പോലെയല്ല, പഠിപ്പിച്ച പോലെയല്ല. എന്തായിരുന്നു പ്രശ്നം? ചിലർ കഴിച്ച് നിറഞ്ഞിരിക്കുന്നു, ചിലർ പട്ടിണി ഇരിക്കുന്നു. അപ്പോൾ അവിടെ ചോദിച്ചു, നിങ്ങൾ ദൈവസഭയെ അപമാനിക്കുകയാണോ, പുച്ഛിക്കുകയാണോ? എന്ന് ചിലർ കൊണ്ടുവന്ന് കഴിച്ച് ചിലർ ഇല്ലാതിരിക്കുന്നു. അങ്ങനെയല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ എന്ത് തോന്നും? എല്ലാവർക്കും സ്നേഹമുണ്ട്, ഒരു അന്യോന്യം ബഹുമാനം. എനിക്കും തന്നു, പാവപ്പെട്ടവനും കിട്ടി, ഇല്ലാത്തവനും കിട്ടി, ഉള്ളവനും കിട്ടി. ആർക്കും കൂടുതലും കുറവൊന്നുമില്ല. കൊണ്ടുവന്നത് ആരാന്നോ ഉണ്ടാക്കിയത് ആരാന്നോ ഒന്നും വിഷയമില്ല. എല്ലാവരും കഴിക്കുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ, സ്വന്തം മാതാപിതാക്കന്മാരെല്ലാം എല്ലാവരും സ്നേഹിക്കുന്നു, ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളൊരു സമൂഹമല്ലേ നമുക്ക് വേണ്ടത്? അതല്ലേ സഭ. അങ്ങനത്തെ സഭ ഈ ശരിയായ രീതിയിൽ, വേറെ അപ്പത്തിൽ ഒന്ന് മാജിക്കുള്ളത് കൊണ്ടല്ല കേട്ടോ, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രമാണങ്ങളൊക്കെ നോക്കി ശ്രദ്ധയോടെ നല്ല രീതിയിൽ അപ്പം മുറിക്കുന്ന സഭയാണെങ്കിൽ അവിടെ സഹോദര സ്നേഹം ഉണ്ടാകും. കാരണം സ്നേഹസദ്യ കഴിക്കുന്നവരല്ലേ. കഴിക്കാത്ത ആൾ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അയാൾ എങ്ങനെയെങ്കിലും സഹസദ്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. സ്നേഹം ഉണ്ടെങ്കിലല്ലേ കഴിച്ചിട്ട് കാര്യമില്ലാന്ന്. അതും ശരിയാണ്. പക്ഷെ കഴിക്കാതെ സ്നേഹം ഉണ്ടാവില്ലെന്നേ. ഇനിയിപ്പോൾ അയാൾ പുറത്തിരുന്ന് സ്നേഹം ഉണ്ടായിട്ട് വരാനിരിക്കുകയാണോ? സഹോദരന്മാർ തമ്മിൽ അന്യോന്യം ബഹുമാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല ജാതികളിലുള്ള ആളുകൾ ഒരു സഭയിൽ വന്ന് എന്തോ ചെയ്യും. തൊടലും തീണ്ടലും ഉള്ള ആളുകളൊക്കെ ഒരു സഭയിൽ തന്നെ വന്നാൽ, വിവിധ ജാതികൾക്കായിട്ട് വിവിധ 4 വർണ്ണങ്ങളും അവർണ്ണരുമുള്ള ഈ നാട്ടിൽ 4 തരം 5 തരം സഭ ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് പ്രമാണമില്ലല്ലോ. എല്ലാവരും ഒരുമിച്ചിരിക്കണ്ടേ?
അപ്പോൾ അതാണ് സഭയിൽ ഒരുപാട് ബഹുമാനം, അന്യോന്യം ബഹുമാനം ഉണ്ടാകണം. അതൊക്കെ ഉണ്ടെങ്കിൽ ശുശ്രൂഷകൾ നന്നായിട്ട് നടക്കുന്നു. ദൈവ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഇങ്ങനെയുള്ള ശുശ്രൂഷകളും ഒക്കെ നന്നായി നടക്കുന്നു. അപ്പം നമ്മൾ ഈ ശുശ്രൂഷകളെ അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്, ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് കേവലം ആ ശുശ്രൂഷയിൽ തന്നെ നോക്കിയല്ല. സഭയെ നമ്മൾ പ്രത്യേകിച്ച് ലീഡേഴ്സൊക്കെ ഇരുന്ന് ഒന്ന് ചിന്തിക്കണം, നമ്മുടെ സഭ എങ്ങനെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾക്കൊരു അപകടം വരാവുന്നത് പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും അപ്പം മുറിക്കലും ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ സഭയിൽ ഒരു ഐക്യവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. അപ്പോൾ അത് നന്നായിട്ട് നടക്കുന്നില്ലായിരിക്കും കേട്ടോ. അവിടെയൊക്കെ എന്തോ ദൃശ്യമായതും മറച്ചു വെച്ചതും ഒക്കെ ആയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ, ശ്രദ്ധയോടുകൂടെ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരും എന്നുള്ള ആശയോടുകൂടെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നടപ്പിൽ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതൊക്കെ ഇവിടെ ഇരുന്ന് പഠിച്ചു, മനസ്സിലാക്കി, കേട്ടു എന്നുള്ളത് കൊണ്ട് സഭയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വ്യത്യാസം വരില്ല കേട്ടോ. ഒരു വ്യത്യാസം വരില്ല. പിന്നെ ആകപ്പാടൊരു വ്യത്യാസം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മ വരും, അങ്ങനെ അല്ലല്ലോ അവിടെ പറഞ്ഞതെന്ന് ഓർമ്മ വരും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ സ്ഥലം, സഭകൾ, സഭായോഗങ്ങൾ, അതിൻ്റെ കാര്യപരിപാടികൾ നല്ല രീതിയിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി നടക്കണമെങ്കിൽ, നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് നടക്കണമെങ്കിൽ ഇവിടെയും അവിടെയും ബൈബിളിലും ഒക്കെ നമ്മൾ കേട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഫലത്തിൽ കൊണ്ടുവരും. ഒരു ചെറിയ ചേഞ്ച് ആയിരിക്കും, ഒരു ചെറിയ മാറ്റമായിരിക്കും, അത് വലിയ നല്ല വ്യത്യാസം ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുടർ നടപടി എന്നുള്ള നിലയിൽ സഭാതലത്തിൽ സഹോദരന്മാർ, പ്രത്യേകിച്ച് മുതിർന്ന സഹോദരന്മാർ, മൂപ്പന്മാരൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കേട്ടു, നമുക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്യാമോ, എന്താണ് എന്ന് ഒന്ന് ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്തുവാൻ, എൻഫോഴ്സ്മെൻറ്റ് നടപ്പിൽ വരുത്തുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ഇതൊരു വലിയ പണിയാണ്, എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എനിക്കറിയാം, നമുക്കൊക്കെ അറിയാം. ഈ രീതിയിൽ വചന ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അല്പസമയം കൊണ്ട് ഇത്രയും കൃത്യമായി ഫലപ്രദമായ പോയിൻ്റഡായിട്ടുള്ള വചന ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ആർക്കാ ചെയ്യാൻ പറ്റുന്നത്? വളരെ ശ്രദ്ധിച്ചും ഒക്കെ ഇരുന്നാലേ അങ്ങനെ ചെയ്യാൻ നമുക്ക് ശ്രമിച്ച ഒരുവിധമെങ്കിലുമൊക്കെ വിജയിക്കുവാൻ സാധിക്കുള്ളൂ. അതിന് അതിൻ്റെ പുറകിലെ വർക്ക് ആവശ്യമാണ് എന്ന്, അത് ചെയ്യാൻ മടിക്കരുത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരുപാട് ഹോംവർക്ക് ഇതിൻ്റെ പിന്നിൽ നമുക്ക് ചെയ്യാനുണ്ട്. ചെയ്യാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്.